ഹായ് മക്കളെ, മെയ് 4 നമ്മുടെ എക്സാം ഡേ ആയി കഴിഞ്ഞു. കഴിഞ്ഞ ഒരുപാട് നാളുകളിലായി പല വീഡിയോസിലൂടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തതെന്നൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ ഈ ഫൈനൽ മൊമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഉറപ്പായിട്ടും എക്സാം ഹാളിൽ മറന്നു പോകാൻ സാധ്യതയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എക്സാം ഹാളിലും എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പും ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ പല വീഡിയോസിലൂടെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത വളരെ ക്രൂഷ്യലായുള്ള ചില കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ പലതും നിങ്ങൾ ചെയ്തു വെച്ചതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് കൊണ്ടുപോകേണ്ട മുഴുവൻ സാധനങ്ങൾ, ഇടുന്ന ഡ്രസ്സടക്കം നിങ്ങൾ സെറ്റാക്കി ഇന്ന് തന്നെ ഒരുക്കി വെക്കണം. അന്ന് രാവിലെ അതിന് വേണ്ടി നിൽക്കരുത്. ഫ്രൈഡേ കാണുന്ന കുട്ടികളാണെങ്കിൽ ഇന്ന് നിങ്ങൾ അങ്ങനെ വളരെ നേരത്തെ ഒന്നും ഉറങ്ങാതിരിക്കുക കേട്ടോ. നിങ്ങൾ ഓവർ ഉറങ്ങാതിരിക്കുക. നമ്മൾ പറയും ലാസ്റ്റ് ഡേയ്സിലൊക്കെ റിലാക്സ്ഡ് ആവണമെന്ന് പറയും. എന്നാലും റിലാക്സ്ഡ് ആവാൻ വേണ്ടി ഇന്ന് നിങ്ങൾ ഭയങ്കര നേരത്തെ ഉറങ്ങി കുറച്ച് അധികം ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? നാളെ രാത്രി നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയാലും എന്താ ഉണ്ടാവുക? നമുക്ക് ഉറക്കം വരില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് സീരിയസ്ലി. അപ്പോൾ നാളെ രാത്രി നിങ്ങൾക്ക് കുറേ ഉറക്കം വരില്ല. പിന്നെ നാളത്തെ ഉറക്കം മൊത്തം താളം തെറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറച്ച് അധികം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാളെ നിങ്ങൾക്ക് ആ ഒരു ഉറക്കം കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫ്രൈഡേ ആണെങ്കിൽ ഒരിക്കലും ഓവറായിട്ട് ഉറങ്ങാതിരിക്കുക ഇന്നത്തെ ദിവസം. മൂന്നാമതായിട്ട് നിങ്ങളുടെ പാരൻസിനുള്ള വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സ്ട്രെസ്ഫുൾ പീരീഡിലാണുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, ആങ്സൈറ്റി കൂടുമ്പോൾ ഡൈജഷൻ കുറയും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ഓവർ ഗ്രീസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ ബിരിയാണി, കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി സിമ്പിൾ ഫുഡ്സ് ഈ 2 ദിവസം കഴിക്കാൻ നോക്കുക. നമുക്ക് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണം. നമുക്ക് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും അത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പരീക്ഷാ ഹാളിൽ നിന്നൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരും നിങ്ങളോട് പറയാത്തൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, എക്സാം എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ സ്ട്രെസ്ഫുൾ ഒരു പീരീഡാണ്. അപ്പോൾ ഡൈജഷനൊക്കെ ഇച്ചിരി കുറയുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓവർ വെള്ളം കുടിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇൻഡൈജഷൻ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമ്മൾ ഓവർ വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ഡൈജഷൻ പ്രശ്നം കാരണം. ഇനി അങ്ങനെ അല്ലാണ്ട് തന്നെ ഒരു കുറേ ആളുകളുണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറേ വെള്ളം കുടിച്ചാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ അല്ലേ. സംഭവമൊക്കെ ശരിയാണ്. ഇന്ന് നിങ്ങൾ കുടിച്ചോ, നാളെയും കുടിച്ചോ. പരീക്ഷാ ഡേയിൽ ഓവർ വെള്ളം കുടിക്കരുത്. നമുക്ക് ആവശ്യമുള്ള അത്ര കുടിക്കുക. ഇനി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ തോന്നുന്നത് വളരെ ചെറിയ സിപ്പുകളാക്കിയിട്ട് കുടിക്കുക. ദാഹിക്കുമ്പോൾ കുടിച്ചോ, പക്ഷെ ദാഹം തീർന്നിട്ടും വീണ്ടും കുടിക്കുന്ന രീതിയിൽ കുടിക്കരുത്. അങ്ങനെ കുടിച്ചാൽ 2 പ്രശ്നം ഉണ്ടാവും. ഒന്ന്, നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. 2 to 3 വരെ പറ്റൂല, പക്ഷേ 3 മണി കഴിഞ്ഞാൽ പറ്റും. അവസാനത്തെ അരമണിക്കൂറിലും പറ്റൂല. അതിൻ്റെ ഇടയിലുള്ള സമയത്ത് നിങ്ങളെ യൂറിനേറ്റ് ചെയ്യാനൊക്കെ വിടും അവർ. പക്ഷേ ആ യൂറിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടപ്പെടും. ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ഇൻ ഫാക്ട്. ഓക്കെ, അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ വെള്ളം കുടിച്ചാൽ എന്തായാലും നമുക്ക് യൂറിനേഷൻ്റെ അർജ് വരും അല്ലേ. അങ്ങനെ അർജ് വന്നാൽ ഒരു പ്രശ്നം, പോവാതിരുന്ന് എഴുതിയാലോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു അർജുണ്ട്, ഒരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ എഴുതിയാൽ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ പോകും. ആദ്യത്തെ കാര്യം. 2, പോയി വരുമ്പോഴത്തേക്ക് സമയം പോകും. സോ ദിസ് വിൽ അഫക്റ്റ് യുവർ എക്സാം. സോ നെവർ ഡു ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലെവലിൽ മാത്രം കുറച്ച് ദാഹത്തിന് കുടിക്കുക എന്നല്ലാതെ ഓവർ ഡ്രിങ്കിങ് ആ ഒരു ദിവസം വേണ്ട. അതേപോലെ തന്നെയാണ് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ യൂറിനേറ്റ് ചെയ്യാൻ തോന്നുന്നുള്ളൊരു കാര്യം. അത് നിങ്ങൾ ഇത്രയും ദിവസത്തെ മോഡൽ എക്സാമുകളൊക്കെ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കുറേ അതിനോട് തഴങ്ങിയിട്ടുണ്ടാവും, അതിനോട് അഡാപ്റ്റഡ് ആയിട്ടുണ്ടാവും. ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആസ് ഓൾവേസ് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. നൗ വൺസ് ഗെറ്റ് ഇൻ ടു എക്സാം ഹാൾ. എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ നോക്കൂ. നിങ്ങൾ അന്നത്തെ ദിവസം ചില ആൾക്കാർക്ക് ഉണ്ടാവും കേട്ടോ, എന്നെ അയാളെന്താ ഇങ്ങനെ തുറച്ച് നോക്കുന്നത്, എന്നെ ഇയാളെന്തെങ്കിലും നോക്കുന്നത്. നിങ്ങൾ ആ ഒരു ദിവസം ആരെയും മൈൻഡാക്കാൻ നിൽക്കേണ്ട. ജസ്റ്റ് ബി യുവർ സെൽഫ്. നിങ്ങളുടെ ആ ഒരു കാര്യം മാത്രം, ഇന്നർ സെൽഫിലേക്ക് മാത്രം അന്നത്തെ ദിവസം നോക്കിയാൽ മതി. ബട്ട് വൺസ് എക്സാം സ്റ്റാർട്ടഡ്, നിങ്ങൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പ് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞെന്ന കാര്യമാണ്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോയുടെ ലെങ്ത്ത് പോലും മാക്സിമം കൂട്ടാതെ നിങ്ങളുടെ സമയം മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ സമയം കിട്ടാനാണ് കേട്ടോ കുറച്ച് ഫാസ്റ്റിൽ സംസാരിക്കുന്നത്. സോ ഗൈസ്, ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്.
ഒരിക്കലും നിങ്ങൾ ബയോളജിയൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് 4-5 വട്ടമൊന്നും ക്വസ്റ്റ്യൻസ് വായിക്കാതിരിക്കുക. പ്രത്യേകം ഓർത്തോ, നിങ്ങൾക്ക് അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ടെൻഡൻസി വരും. ഇതൊക്കെ അറിയാമെങ്കിലും ടെൻഡൻസി വരും. മക്കളെ, ഒരു തവണ കൈ ഇങ്ങനെ വെച്ച്, ഞാൻ പറഞ്ഞതാണല്ലോ, കൈ ഇങ്ങനെ വെച്ച് ക്വസ്റ്റ്യൻ നല്ല ഒരു ലൈൻ, ഒരു സെൻറ്റൻസ്, ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു ലെറ്റർ പോലും കാണ്ടും ക്യാനും കൂടെ തെറ്റാത്ത രീതിയിൽ അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരു തവണ കൂടെ ക്വിക്കായിട്ട് വായിക്കാം. ഇനി ഓപ്ഷൻസോ അതേപോലെ ഒരു തവണ കൈ ഇങ്ങനെ അമർത്തി വെച്ച് വായിച്ചോ, അപ്പോൾ അത്രത്തോളം കോൺസെൻട്രേഷൻ കിട്ടും. എന്നിട്ട് ഒറ്റ തവണ കൂടെ വായിക്കുക. ഈ 2 തവണ വായിച്ചാൽ മതി. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് അത് എഴുതുക. നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ എഴുതാനുള്ള സമയമാണ് നിങ്ങൾ വെറുതെ കളയുന്നതെന്ന് മനസ്സിലാക്കുക. സോ നെവർ ഡു ദാറ്റ്. ബയോളജിയിൽ ഈ രീതിയിൽ മാത്രം ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ മുമ്പത്തെ ലൈവിൽ പറഞ്ഞതാണ്, മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, ഒരു 5-10 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അപ് ടു യു. എന്നാലും ഞാൻ പറഞ്ഞുതരാം, എക്സാം കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. 5-10 ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറപ്പിക്കുക. പിന്നെ നെക്സ്റ്റ് 5 എഴുതുക, കറപ്പിക്കുക, നെക്സ്റ്റ് 5 എഴുതുക, കറപ്പിക്കുക. ഈ രീതിയിൽ പോവുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിങ്ങൾ ഒരിക്കലും ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയാൽ, ഇപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതേ രീതിയിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ചോദ്യം വായിക്കുക. നിങ്ങൾ ആൻസർ ചെയ്തു, പ്രോബ്ലം ചെയ്തു, ഉത്തരം കിട്ടി. ഒരൊറ്റ തവണ കൂടെ ക്വിക്കായിട്ട് നോക്കുക, എനിക്ക് കിട്ടിയ ഉത്തരം ശരിയല്ലേ, ഡെസിമൽ പോയിന്റ്സോ മറ്റോ മാറിയിട്ടുണ്ടോ, ഒറ്റ തവണ കൂടെ നോക്കുക. ചില ചോദ്യം ഭയങ്കര ഈസി ആവും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ചില കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടിയാൽ ഇത്ര ഈസി ആയിട്ടൊക്കെ നീറ്റിൽ ഉത്തരം കിട്ടുമോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യത്തിൽ പോലും ഒരു 2-3 വട്ടമൊക്കെ വീണ്ടും വീണ്ടും നോക്കി നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ 3-4 വട്ടം നോക്കുമ്പോൾ കൺഫ്യൂഷൻ വീണ്ടും കൂടുകയുള്ളൂ, 5-ാം വട്ടം നോക്കുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. സോ നെവർ ഡു ദാറ്റ്. ഓക്കെ, ഒരു 2 വട്ടം അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത്, അപ്പോൾ അത് എഴുതുക. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി പോവേണ്ടത്. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ഇനി ഹോൾ ടുഗദർ ആൻസർ ചെയ്ത് പോകേണ്ടത്. നമ്മളിങ്ങനെ 1, 2, 3, 4 നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യണം അല്ലേ. ഞാനിപ്പം പറയാറ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഓർഡറിൽ പോയിക്കോന്നാണ് പറയാറ്. സോ നിങ്ങൾ ഒരു ചോദ്യം അതറിയാം, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് എഴുതി പോവുക. അറിയാത്ത ചോദ്യം ഒരു വട്ടം ഇടുക, അതായത് അറിയാത്ത ചോദ്യത്തിന് ഒരു വട്ടം. ഇനി അത് നിങ്ങൾ ഒരു റൗണ്ട് ഇടുക ആ ചോദ്യത്തിൻ്റെ നേരെ. അത് നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളാണ്, നിങ്ങൾക്ക് കുറച്ചൊന്ന് മെനക്കെട്ടാൽ കിട്ടും എന്നുള്ള രീതിയാണെങ്കിൽ ഒരു വട്ടം ഇടുക. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളാണ്, ഒട്ടും കിട്ടൂല, ഡൗട്ട്ഫുള്ളാണ് പ്ലസ് ഒട്ടും കിട്ടാൻ സാധ്യതയില്ല, യു ഡോണ്ട് നോ എനിത്തിങ്, അങ്ങനെയാണെങ്കിൽ 2 വട്ടം ഇടുക. ഓക്കെ, ഒരു സാധനം അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ പോവുക. അറിയാത്തത് ഡൗട്ട് തോന്നുക, ഡൗട്ട്ഫുൾ ഇവൻറ്റ് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്താലേ കിട്ടുള്ളൂ. ഒരു 1.5 മിനിറ്റ് എടുക്കും. എന്നൊരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ വരികയാണെങ്കിൽ അപ്പം തന്നെ അതിന് ഒരു വട്ടം മതി. പക്ഷെ ഒട്ടും കിട്ടില്ല എന്ന് തോന്നിയാൽ 2 വട്ടം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 180 ക്വസ്റ്റിനും അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണും. പല കുട്ടികളും ആദ്യത്തെ ചോദ്യങ്ങളുമ്പോൾ കുറേ സമയം അവർക്കറിയാം ഇത് കിട്ടും, പക്ഷെ 1.5 മിനിറ്റ് എടുക്കും എന്ന് അറിഞ്ഞാലും അതിമേ ഇരിക്കും. അങ്ങനെ ഇരുന്നാൽ എന്താ, നിങ്ങൾക്ക് അറിയുന്ന പല ചോദ്യങ്ങളും അടിയിൽ ചെയ്യാൻ സമയം കിട്ടാതിരിക്കും. ഓക്കെ, അപ്പോൾ സമയം കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടാവരുത്. എല്ലാ ചോദ്യങ്ങളും കണ്ടിരിക്കണം. അറിയുന്നത് ശരിയാക്കിയാലും അറിയാത്തത് ശരിയാക്കിയാലും 4 മാർക്ക് തന്നെയാണ്, തെറ്റിച്ചാൽ 2-നും 5 മാർക്കാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് കിട്ടി, ഓക്കെ, അടുത്ത് കിട്ടിയില്ല, ഡൗട്ട്ഫുൾ ആണ്, 1.5 മിനിറ്റോടെ കിട്ടും തോന്നുന്നുണ്ട്, എന്നാൽ ഒരു വട്ടം, തീരെ കിട്ടില്ല തോന്നി 2 വട്ടം, അടുത്തതിലേക്ക് പോകുക. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ പോയി 180 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സൈക്കിളിൽ ഓരോ വട്ടം ഇട്ട ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക. എന്നിട്ടും സമയം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 2 വട്ടം ഇട്ട ചോദ്യങ്ങൾ ചെയ്യുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഈ രീതിയിൽ മാത്രം പോവുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇനഫ് ടൈം. അതുപോലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഫിസിക്സ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അതിൽ ഫിസിക്സ് ചെയ്യാൻ തുടങ്ങി. 1-ാമത്തെ ചോദ്യം ഭയങ്കര ടഫ്, ഓക്കെ, 2-ാമത്തെ ചോദ്യം അതിലേറെ ടഫ്, 3-ാമത്തെ ചോദ്യം അതിലേറെ ടഫ്. മക്കളെ പാനിക് ആവണ്ട. അതിലേറെ ടഫ് മീൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, പാനിക് ആവണ്ട. അത് ഇന്ത്യയിലെ ഒരു കുട്ടിക്കും കിട്ടൂല. അങ്ങനെ ഓർത്താൽ മതി. പരീക്ഷ ടഫായല്ലേ, നോക്കൂ, ഇപ്രാവശ്യത്തെ പരീക്ഷ ടഫാകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ടഫാവും. ഇപ്പോൾ 2013-ലോ 14-ലോ 15-ലോ ഒക്കെ നിങ്ങൾ നോക്കിയാൽ നീറ്റിൽ 560 മാർക്കും കേരളത്തിലെ ടോപ്പ് റാങ്കാണ്. കാരണം അന്ന് എക്സാം ടഫാണ്. അപ്പോൾ എല്ലാവരും തെറ്റിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഉത്തരം എഴുതുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മറ്റന്നാളത്തെ പരീക്ഷ അല്ലെങ്കിൽ നാളെ നിങ്ങളിത് എന്നാണോ കാണുന്നത് ആ ദിവസം വെച്ച് ഞാൻ പറയുകയാണ്, മെയ് 4-ലെ പരീക്ഷ. ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 15 ചോദ്യം ടഫാണെങ്കിൽ ഒരു പേടിയും വേണ്ട, അല്ലെങ്കിൽ 20 ചോദ്യം ടഫാണെങ്കിൽ ഒരു പേടിയും വേണ്ട. എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ കാമായിട്ട് എഴുതിയാൽ മതി, അതെല്ലാവർക്കും ടഫാവും. ഒരുത്തിനും അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. സത്യമില്ല, ഞങ്ങളൊക്കെ എഴുതി വന്നതാണ് ഈ പരീക്ഷ, സത്യമായിട്ട്, വെറുതെ പറയുന്നില്ല. ഇത് വെറുതെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ വാക്കൊന്നുമല്ല. നിങ്ങൾക്ക് ടഫാണോ? കേരളത്തിൽ എല്ലാവർക്കും ടഫാണ്. അപ്പോൾ റാങ്കിനെ ബാധിക്കൂല, എല്ലാവർക്കും മാർക്ക് കുറയും. മാർക്ക് കുറഞ്ഞുകൊണ്ട് നമുക്കെന്തോ കുഴപ്പമുണ്ടോ? ഇല്ല.
നമ്മുടെ റാങ്ക് കുറയില്ല. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എക്സാം എഴുതുക. ഇനി നമുക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാങ്കും നല്ല മാർക്കും ഒക്കെ കിട്ടട്ടെ. മാർക്ക് ഈസ് നോട്ട് എ ഫാക്ടർ. നല്ല റാങ്ക് കിട്ടട്ടെ അല്ലേ. ടോപ്പ് റാങ്ക് ഇന്ത്യയിലെ, കേരളത്തിലേക്ക് ടോപ്പ് റാങ്ക് കിട്ടിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ.